കാട്ടുപാതയിലൂടെ രോഹൻ വണ്ടിയോടിക്കുമ്പോൾ പെട്ടെന്ന് കാർ സ്തംഭിച്ചു. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ വിസമ്മതിച്ചു. ഫോണിന് സിഗ്നൽ ലഭിച്ചില്ല. അയാൾ പുറത്തേക്കിറങ്ങിയപ്പോൾ അന്തരീക്ഷം അസ്വാഭാവികമായി തണുത്തു. ഒരു ഇടതൂർന്ന മൂടൽമഞ്ഞ് ഉരുണ്ടുകൂടി. ആരും ഉണ്ടായിരുന്നില്ലെങ്കിലും തന്റെ പേര് വിളിക്കുന്ന നേരിയ മന്ത്രിപ്പുകൾ അയാൾ കേട്ടു. ആ മന്ത്രിപ്പുകൾ ഉച്ചത്തിലായി, ഏതാണ്ട് നിലവിളികൾ പോലെ. പരിഭ്രാന്തനായി അയാൾ ശബ്ദത്തെ പിന്തുടർന്ന് വെളുത്ത സാരി ധരിച്ച ഒരു സ്ത്രീയുടെ നിഴൽ രൂപം ഒരു പഴയ മരത്തിനരികിൽ നിൽക്കുന്നത് കണ്ടു. അവളുടെ നീണ്ട മുടി അവളുടെ മുഖം മൂടി. അവൾ പതുക്കെ കൈ ഉയർത്തി കാട്ടിലേക്ക് വിരൽ ചൂണ്ടി. ഭയന്ന് രോഹൻ തന്റെ കാറിലേക്ക് ഇടറി വീണു. പക്ഷേ ആ രൂപം അവന്റെ അരികിൽ പ്രത്യക്ഷപ്പെട്ടു. അവളുടെ മുഖം വിളറിപ്പൊള്ളയായി, കണ്ണുകൾ മങ്ങിയതായി തിളങ്ങുന്നു. അവൾ മന്ത്രിച്ചു, "എന്നെ സഹായിക്കൂ." അയാൾക്ക് പ്രതികരിക്കാൻ കഴിയുന്നതിനു മുമ്പ് അവൾ നേർത്ത വായുവിലേക്ക് അപ്രത്യക്ഷയായി. നിമിഷങ്ങൾക്കുശേഷം കാർ എഞ്ചിൻ സ്വയം ജീവൻ പ്രാപിച്ചു. വിറച്ച രോഹൻ പൂർണ്ണ വേഗതയിൽ വണ്ടിയോടിച്ചു. അടുത്ത ദിവസം, വർഷങ്ങൾക്ക് മുമ്പ്, ആ സ്ഥലത്ത് ഒരു സ്ത്രീ ദാരുണമായി മരിച്ചുവെന്ന് അയാൾ മനസ്സിലാക്കി. സമാധാനം കണ്ടെത്താൻ സഹായം തേടി അവളുടെ ആത്മാവ് ഇപ്പോഴും അലഞ്ഞു നടക്കുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇന്നും മഴ പെയ്യുമ്പോഴെല്ലാം മൂടൽമഞ്ഞിൽ കാത്തിരിക്കുന്ന അതേ പ്രേതരൂപം കാണുന്നതായി യാത്രക്കാർ റിപ്പോർട്ട് ചെയ്യുന്നു.